ആശാ വർക്കർമാരുടെ സമരത്തെ ആളിക്കത്തിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ. പാട്ടപറക്കികളൊന്നും ഈർക്കിലി സമരമെന്നും വിളിക്കുന്ന പിണറായി സർക്കാരിന്റെ മനോഭാവത്തിനെതിരെ തീ കോരിയിടുകയാണ്. ബക്കറ്റ് പിരിവ് നടത്തി പൈസ കൊടുക്കാം, ഒരു മാസം 7000 രൂപയ്ക്ക് ജീവിച്ചു കാണിക്കാൻ രാഹുൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. രാഹുലിന്റെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. എന്തിനാണ് ഈ സ്കീമിൽ തന്നെ മന്ത്രി സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്? നമ്മുടെ ആവശ്യം എന്താണ്? LDFിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 700 നിങ്ങളാക്കി കൊടുക്കുമോ? 232 സഫീഷ്യൻ്റ് ആണെങ്കിൽ ഞാൻ ശ്രീമതി വീണ ജോർജിനെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ പാട്ടപറക്കികൾ എന്നൊക്കെയാണല്ലോ ഈ സമരക്കാരെയൊക്കെ വിളിക്കുന്നത്. ആ സമരക്കാരോടൊപ്പം ഞാനും ബക്കറ്റ് പിരിവ് നടത്തി ഒരു 232 രൂപ ശ്രീമതി വീണ ജോർജിന് കൊടുക്കുക. 232 രൂപ സമരസമിതിക്ക് വേണ്ടിയും ഞങ്ങളെല്ലാവരും കൂടെ ബക്കറ്റ് പിരിവ് നടത്തി കൊടുക്കാം. ആ 232 രൂപ കൊണ്ട് ശ്രീമതി വീണ ജോർജ് ഒരു മാസം ഒന്ന് ജീവിച്ച് കാണിക്കാമോ? 7000 രൂപ കൊണ്ട് ശ്രീമതി വീണ ജോർജിന് ജീവിക്കാൻ കഴിയുമോ? 7000 രൂപ ഒരു മാസം കൊടുക്കുക. അതായത് ഒരു ദിവസം 232 രൂപ വെച്ച് ചിലവാക്കി ശ്രീമതി വീണ ജോർജ് ജീവിച്ച് കാണിക്കണം. ഏത് ഈ മന്ത്രിയുടെ ആനുകൂല്യമൊന്നും പറ്റരുത്. ശ്രീമതി വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഏതാണ്ട് 3000 രൂപയാണ് ശമ്പളം. ആനുകൂല്യങ്ങളെ പറ്റി ഞാൻ കിടക്കുന്നില്ല. ഒരു ദിവസം 3000 രൂപ ശമ്പളം. വാഹനത്തിന് പണച്ചെലവുണ്ടോ? യാത്ര ചെയ്യാൻ പണച്ചെലവുണ്ടോ? ഭക്ഷണത്തിന് പണച്ചെലവുണ്ടോ? മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ചികിത്സയ്ക്ക് പണച്ചെലവുണ്ടോ എന്നാ ചോദിക്കുക. MLA എന്ന നിലയിൽ എനിക്കും കിട്ടുന്നില്ല. കിട്ടുന്നുണ്ട്. ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ ഒരു നിയമസഭാ സാമാജിക നിലയിൽ എനിക്കും കിട്ടുന്നുണ്ട്. എന്നേക്കാൾ കൂടുതൽ ശ്രീമതി വീണ ജോർജിന് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്നത് കൊണ്ട് 7000 രൂപ കൊണ്ട് നമുക്ക് വോട്ട് ചെയ്ത മനുഷ്യന്മാരെല്ലാം ജീവിച്ചോണം എന്ന് കൽപ്പന ഇറക്കുന്നത് അങ്ങേയറ്റം ഫ്യൂഡലിസ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിവാദത്തിലൂടെയൊക്കെ ശ്രീമതി വീണ ജോർജ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് വ്യക്തമാക്കണം. 2, അവർക്ക് കിട്ടിയ കണക്ക് പുറത്തു വിടണം. അപ്പോൾ നമുക്കത് വീണ്ടും ചലഞ്ച് ചെയ്യാമല്ലോ. അവർക്ക് 6000 രൂപ വീതമാണ് സിക്കിം സർക്കാർ കൊടുക്കുന്നതെന്നുള്ള തെളിവ് അവർ പുറത്തു വിട്ടാൽ നമുക്ക് ഇന്ത്യൻ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി. ഏത് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ത്യൻ പാർലമെന്റ് തെറ്റിദ്ധരിപ്പിച്ചു. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. ഇനി 2, സിക്കിമിനെ പറ്റി മാത്രം സിക്കിമിനെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. സന്തോഷം. ആന്ധ്രയെ പറ്റി എന്താ മിണ്ടാത്തത്? ആന്ധ്രയിൽ 10000 ആക്കിയില്ലേ? ഈ അടുത്ത് കേരളത്തിൽ സമാനമായ ഒരു സമരം കർണാടകയിൽ നടന്നപ്പോൾ അവിടുത്തെ കർണാടക സർക്കാർ മുഖ്യമന്ത്രി സമരപ്പന്തലിൽ പോയി 10000 ആക്കിയില്ലേ? ഇനി ആന്ധ്രയിൽ മെറ്റേണിറ്റി ലീവ്, ശമ്പളത്തോടു കൂടിയ മെറ്റേണിറ്റി ലീവ് ആന്ധ്ര സർക്കാർ അനുവദിച്ചില്ലേ? പശ്ചിമ ബംഗാളിൽ ആശാ വർക്കർമാർ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം ആക്കിയില്ലേ? എന്താ ഇതിനെപ്പറ്റി ഒന്നും കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി മിണ്ടാത്തത്? അപ്പോൾ അതുകൊണ്ട് ഈ സാധു മനുഷ്യർ സമരപ്പന്തലിരിക്കുന്ന അവരെ അധിക്ഷേപിക്കുകയും അവർക്ക് ആനുകൂല്യം കിട്ടാതിരിക്കാനും മാത്രം ഉള്ള ഈ ഫോൾസ് ഈഗോ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വിടണം. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയുടെ ഫോൾസ് ഈഗോയിൽ മാത്രമാണ് ഇന്ന് ഈ സമരം ഒരു മറുപടിയില്ലാതെ, ഉത്തരമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നടപ്പിലാക്കാൻ കഴിയാതെ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് മന്ത്രി ദയവ് ചെയ്ത് ഫോൾസ് ഈഗോ വെടിയണം. മറ്റൊരു വിഷയം കൂടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഇന്നലെ കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ചോദിക്കുന്നത് കേട്ടു, ഈ കോൺഗ്രസ് ഇതുപോലൊരു സമ്മേളനമൊക്കെ നടത്തി കാണിക്കാമോ? നടത്താതിരിക്കുന്നതാണ് നല്ലത്. നടത്തിയാൽ ഞങ്ങൾ ഭരിക്കുന്നതുകൊണ്ട് പറയുകയാണ് ക്രമസമാധാന നില പരിങ്ങലിലാകും. അതിനകത്ത് രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ പറ്റാത്ത സർക്കാരാണ് എന്ന് ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ സമ്മതിക്കുന്നതിനകത്ത് സന്തോഷമൊക്കെ ഉണ്ട്. ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലാത്ത ഒരാളാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് ആ മന്ത്രിസഭയിലെ അംഗം കൂടിയായ ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ പറയുന്നതിനകത്ത് സന്തോഷമുണ്ട്. 2, ശ്രീ മുഹമ്മദ് റിയാസ് മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഈ സമ്മേളനം നടത്തി ഞങ്ങൾ ആളുകളെ മാറ്റുന്നു. ഒരു 2-3 കൊല്ലം മുമ്പാണ് കോൺഗ്രസ് അവസാനമായിട്ട്, കോൺഗ്രസും അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് താഴെ തട്ടിൽ നിന്ന് വോട്ടവകാശമുള്ള ആളുകൾ വോട്ട് ചെയ്ത് KPCC മെമ്പർമാരെ ഉണ്ടാക്കി. ആ KPCC മെമ്പർമാർ PCC മെമ്പർമാർ വോട്ട് ചെയ്തിട്ടാണ് AICC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ AICC അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നയാളാണ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിൻ്റെ ഇത്രയും നാളത്തെ ചരിത്രത്തിൽ നിരവധി ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരുടെയും പ്രതിനിധികൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാരായിട്ടുണ്ട്. ലോകത്തിൽ വനിതാ മുന്നേറ്റം നടക്കുന്നതിന് മുമ്പ്, ലോകത്തിൽ ഫെമിനിസ്റ്റ് ചിന്താഗതിക്ക് വലിയ ഊർജ്ജമുണ്ടാകുന്നതിന് മുമ്പ് AICCയുടെ അധ്യക്ഷനായി വനിത വന്നിട്ടുള്ള സാഹചര്യം കോൺഗ്രസിലുണ്ട്. മാത്രമല്ല AICCയുടെ ഏറ്റവും ദീർഘകാലത്തെ ശ്രീ മഹാത്മാഗാന്ധിയും ശ്രീ ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള
ആളുകൾ നേതൃത്വം കൊടുത്തൊരു പ്രസ്ഥാനത്തിൽ ഏറ്റവും അധികം കാലം അധ്യക്ഷയായിരുന്നതൊരു വനിതയാണ്. ശ്രീ മുഹമ്മദ് റിയാസ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന പുനഃസംഘടനാ പ്രക്രിയയിലൂടെ അഖിലേന്ത്യാ അധ്യക്ഷനെ വരെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ തീരുമാനിച്ചിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്ന ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ തൊഴിലാളി പ്രസ്ഥാനത്തിൽ നിന്നും കടന്നു വന്ന് പട്ടിണിയോടും ദാരിദ്ര്യത്തോടും വലിയ പോരാട്ടം നടത്തി ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ദളിത് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടാണ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ വന്നിരിക്കുന്നത്. കേരളത്തിൽ പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യുവാൻ പോലും പേരിന് പോലും പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മന്ത്രി ഇല്ലാത്ത സാഹചര്യം കേരളത്തിൽ ഇപ്പോഴുണ്ട്. ഞാൻ ശ്രീ മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടോ സംസ്ഥാന സെക്രട്ടറി ആയിട്ടോ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരാനുള്ള ആർജവമൊക്കെ കാണിച്ചിട്ട് ഞങ്ങളെല്ലാം പൂർണ്ണമായി ഭംഗിയായി നടത്തുന്നു എന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ ഭംഗിയുണ്ടാകും. ഇതുവരെ ഒരു വനിത ഉണ്ടായിട്ടുണ്ടോ? അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് സംസ്ഥാന സെക്രട്ടറി ആയിട്ടൊരു വനിത ഉണ്ടായിട്ടുണ്ടോ? പോളിറ്റ് ബ്യൂറോയിൽ ആദ്യമായി ഒരു വനിത വന്നത് ഈ അടുത്തിടയ്ക്കാണ്. അതിന് വൃന്ദാക്കാരായിട്ട് വരേണ്ടി വന്നു അല്ലേ? ഈ ഇന്ത്യയിൽ പല ക്ഷേത്രങ്ങളിലും പല ആരാധനാലയങ്ങളിലും ദളിതന് പ്രവേശനമില്ലായിരുന്നു. പിന്നീട് വലിയ നവോത്ഥാന പ്രസ്ഥാനമുണ്ടായിട്ട് എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഇപ്പോൾ ദളിതൻ കയറിക്കൊണ്ടിരിക്കുന്ന, പട്ടികജാതിക്കാരൻ കയറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോഴും ഒരു ദളിതന് പ്രവേശനമില്ലാത്ത അണികളുടെ 2 ആരാധനാലയങ്ങളേ ഉള്ളൂ. ഒന്ന് RSSൻ്റെ സർസംഘചാലക പദവിയും 2 CPMൻ്റെ ദേശീയ സെക്രട്ടറി പദവിയും. സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ആരും വെച്ചിട്ടില്ല. അപ്പോൾ അത്തരം മാറ്റങ്ങളൊക്കെ പാർട്ടിക്കകത്ത് എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അതവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അത്തരം മാറ്റങ്ങൾ കൂടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെല്ലാം അങ്ങ് പൂർണ്ണതയിലെത്തിച്ചു എന്ന് ഈ വീമ്പ് പറഞ്ഞാൽ കുറച്ചും കൂടെ നന്ദിയായിരിക്കും, കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അതല്ല എങ്കിൽ ജില്ലാ സമ്മേളനമൊക്കെ ഉണ്ടതിൻ്റെ കൗതുകത്തിലാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളെ പറ്റിയൊക്കെ ചരിത്രത്തെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് വലിയ ബോധ്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, ചരിത്രബോധമില്ലാത്തതിൻ്റെ പേരിലും വർത്തമാന കാലത്ത് നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെപ്പറ്റി ധാരണ ഇല്ലാത്തതിൻ്റെ പേരിലുമാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.